ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കായിട്ട് നമ്മുടെ എല്ലാവിധ മാനിഫെസ്റ്റേഷനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് റിലേഷൻഷിപ്പിൻ്റെ കേസിലായിക്കോട്ടെ, ഇനി അതല്ല നമ്മൾ കരിയറിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ പാഷൻ എന്താണോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ എത്തിച്ചേരാനായിട്ട്, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന വെൽത്ത് ആൻഡ് അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഈ പവർഫുൾ ആയിട്ടുള്ള ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെങ്കിലും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി ഈ ഒരു വീഡിയോയിലൂടെ നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് എക്സാമ്പിളായിട്ട് പറയാം. ആദ്യം ഈ ആക്ട് ആസ് ഇഫിനെ കുറിച്ചൊന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേക്ക് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം, ആക്ട് ആസ് ഇഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളതുപോലെ അഭിനയിക്കുക. അത് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആ ഒരു ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ആ ഉള്ളതുപോലെ കാണിക്കുക, അത് ഫേക്ക് ചെയ്യുക എന്നുള്ളതല്ല. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ്. ഈ 3 കാര്യത്തിലും നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അത്ര ചിലവൊന്നുമില്ലല്ലോ. നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും, ഫീലിങ്സിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റും, ഇമോഷൻസിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെ എന്നുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യുന്നത്. എന്താഗ്രഹമാണെങ്കിലും ആ ആഗ്രഹത്തിലോട്ട് ഇതിനെ ഞാൻ കണക്ട് ചെയ്യാം. ജസ്റ്റ് കുറച്ച് പേഷ്യൻസ് കാണിക്കുക, വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ നമ്മൾ എന്ത് നേടിയെടുക്കണം എന്നുണ്ടെങ്കിലും ആക്ഷൻ എടുക്കണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷനിൽ. പക്ഷെ ആ ഒരു ആക്ഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എനർജി ആവശ്യമാണ്. അപ്പോൾ ആ ഒരു എനർജി ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ചെയ്യുന്നത്. മാത്രമല്ല, നമുക്ക് നമ്മുടെ മനസ്സിനുള്ളിൽ ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഔട്ടർ വേൾഡിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. യൂണിവേഴ്സൽ പവർ കംപ്ലീറ്റ്ലി നമ്മളെ സപ്പോർട്ട് ചെയ്യും. ആ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും സാഹചര്യങ്ങളും വ്യക്തികളെയും ഒക്കെ നമ്മളിലോട്ട് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു പ്രത്യേക ലെവലിൽ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ഒരു പൊസിഷൻ. അപ്പോൾ ആ പൊസിഷനിൽ ഓൾറെഡി എത്തിയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. ആ വ്യക്തികൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കുക. ആ നടത്തത്തിൻ്റെ ആ ഒരു സ്റ്റൈല്, അവർ വേഗത്തിലാണോ നടക്കുന്നത്, പതിയെ സ്ലോലി ആണോ നടക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്കറിയാം, വളരെ ലേസിനെസ് ഉള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരു തിരക്കും ഉണ്ടാവില്ല, ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. എന്നാൽ വളരെ ബിസി ആയിട്ടുള്ള, ആക്റ്റീവായിട്ടുള്ള ആളുകൾ, അവർ ആ നടത്തത്തിലുണ്ടായിരിക്കും എനർജി. അപ്പോൾ നിങ്ങളുടെ ഡ്രീം എന്താണോ, ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്വപ്നം നേടിയിട്ടുള്ള വ്യക്തികൾ എങ്ങനെയാണോ നടക്കുന്നത്, ആ എനർജിയിൽ നടക്കുക. അവരെങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് നോക്കുക, ആ ശൈലിയിൽ സംസാരിക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ശബ്ദം ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ പിടിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആക്ട് ആസ് ഇഫ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ. അപ്പോൾ നടത്തം, സംസാരം, പെരുമാറ്റം, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി, അല്ലേ, അവരുടെ ഒരു പെരുമാറ്റ രീതി തന്നെ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് കോപ്പി ചെയ്യുക. ചിലപ്പോൾ അവർ നേരത്തെ എണീക്കുന്ന ആളുകളായിരിക്കും, അപ്പോൾ നമ്മൾ നേരത്തെ എണീക്കാൻ വേണ്ടി തുടങ്ങുക. ഓക്കെ, അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതുപോലെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മളും ഡ്രസ്സ് ചെയ്യുക. അവരിപ്പോൾ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ധരിക്കുന്നുണ്ടാവുക. നമുക്കത് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ, വൃത്തിയിൽ, നമ്മൾ പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അവർ ഡിസിഷനൊക്കെ എടുക്കുന്ന രീതിയിലൊക്കെ വളരെയധികം ചേഞ്ച് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയും, യെസ് പറയേണ്ട സ്ഥലത്ത് യെസ് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യണം അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തോട്ട്സിൽ, നമ്മുടെ ഫീലിങ്സിൽ, ഇമോഷൻസിലൊക്കെ ചേഞ്ചസ് വന്നു തുടങ്ങും. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ലോണും എടുത്ത് വലിയ കാറ് മേടിക്കുക, ലോണും എടുത്ത് വലിയ വീട് വെക്കുക, അല്ലെങ്കിൽ ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുക എന്നുള്ളതല്ല. ഫേക്ക് ചെയ്യല്ല വേണ്ടത്. നമ്മൾ തോട്ട്സിലും ഇമോഷൻസിലും ഫീലിങ്സിലും വർക്ക് ചെയ്യുക. അത് മാനസികമായിട്ട് നമ്മളാവുക. അതിൻ്റെ കൂടെ തന്നെ വിഷ്വലി
നമുക്കതുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ പെരുമാറുക എന്നുള്ളതൊക്കെ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യുക, അത് മാക്സിമം ഫീൽ ചെയ്യുക. അതുവഴി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇടുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എനർജി ലെവൽ മാറുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്ഷനിലോട്ട് വരികയും നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിൽ ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ആ തോട്ട്സ് എങ്ങനെയാണ്? ആ വ്യക്തി നിങ്ങളുടെ കൂടെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുക? ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബിസിനസ് ഡീലൊക്കെ കഴിഞ്ഞ് രാത്രി ഈവനിങ് വീട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇപ്പം നമ്മളെ കൂടെ ഇല്ലെങ്കിലും ആ വ്യക്തി വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുമല്ലോ. അപ്പോൾ അത് വാങ്ങിച്ചു കൊണ്ടുവരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് നമുക്കത് വാങ്ങിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് വാങ്ങിയിട്ട് തന്നെ പോരുക, അവിടെ ആളില്ലെങ്കിൽ കൂടി. ഓക്കെ, അങ്ങനെ നമ്മൾ ആക്ട് ആസ് ഇഫ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ കാറിലോ ഒക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ആളിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് അവരോട് സംസാരിക്കുക. അവരിങ്ങോട്ട് മറുപടി പറയുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ട് അത് നന്നായിട്ട് ലിസൺ ചെയ്യുക. അതിന് നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യുക. ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അവരുണ്ട് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ആക്ട് ആസ് ഇഫ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ എനർജി ലെവൽ എന്തായിരിക്കും, എൻ്റെ ഫീലിങ്സ് എന്തായിരിക്കും, എൻ്റെ തോട്ട്സ് എന്തായിരിക്കും, അത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനത്ര ചിലവൊന്നുമില്ലല്ലോ. അങ്ങനെ ആ ഫീലിങ്സും ഇമോഷൻസും തോട്ട്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്ന ഈ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ലൈഫിൽ ഞാൻ പല സന്ദർഭങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട്, ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് ഉപയോഗിച്ചു. അതിൻ്റെ റിസൾട്ടെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും, അത്രയും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. നമ്മുടെ തോട്ട്സിലും ഫീലിങ്സിലും ഇമോഷൻസിലും ചേഞ്ച് വരുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫ് വേറെ ലെവലിലോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മേഖലയിലും, ഹെൽത്തിൻ്റെ മേഖലയിലാണെങ്കിലും ബിസിനസ് മേഖലയിലാണെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ വളരെ വലിയൊരു സക്സസ് ഉണ്ടാവട്ടെ ആക്ട് ആസ് ഇഫ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി. ഇനി അതല്ല, നിങ്ങളുടെ അല്ലാത്ത രീതിയിലും ഒക്കെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഇനിയും തുടർന്നും ഒരുപാട് കണ്ടന്റുകൾ നമുക്ക് സംസാരിക്കാനുണ്ട്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. നമുക്കെല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണൽ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളോ ടെൻഷനോ ഡിപ്രഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള നമ്പർ 1 കൗൺസിലിംഗ് സെൻ്ററുണ്ട്, മൈൻഡ് സൂം കൗൺസിലിംഗ് സെൻ്ററാണ്. അപ്പോൾ ആ സെൻറ്ററിൽ നിങ്ങൾക്ക് വന്നിട്ട് സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്യാം, അവരുമായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കാം. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. സോ നമ്മുടെ സേവനങ്ങൾ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.